നമുക്ക് SSC CGL ചോദിച്ച ഫിസിക്സിലെ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ആണിത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഹൗ ലോങ് വിൽ എ സൗണ്ട് വേവ് ടേക്ക് ടു ട്രാവൽ 1.5 കിലോമീറ്റർ? ഈ ഒരു ഡിസ്റ്റൻസ് എത്ര ടൈമിൽ എത്തണോ എന്നാണ് ചോദ്യം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യം എന്താ? ടൈം ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ടൈം ആണ്. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. എന്നിട്ട് നമുക്ക് എന്താ ടൈം ആയതുകൊണ്ട് എന്താ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇത് നമുക്ക് മനസ്സിലായി. ഡിസ്റ്റൻസ് 1.5 കിലോമീറ്റർ നമുക്കറിയാം, പക്ഷെ സ്പീഡ് നമുക്ക് തന്നിട്ടില്ല. സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് തന്നിട്ടുണ്ട്? ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ് എന്ത്? വെലോസിറ്റി ഈക്വൽ ടു ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത് ലാംഡ. വേവ് ലെങ്ത്തിന് നമ്മൾ ലാംഡ എന്നാണ് യൂസ് ചെയ്യാറ്. അപ്പൊ ഫ്രീക്വൻസി എത്രയാ? 5 കിലോ ഹേർട്സ് ആണ് ഫ്രീക്വൻസി. 5 ഇൻറ്റു 10⁻³ കിലോ ആണെങ്കിൽ 10⁻³ അല്ലെങ്കിൽ ഇൻറ്റു 1000 ആണ്. അപ്പൊ നമ്മൾ ഇൻറ്റു 10⁻³ ഇടുന്നു. ഇനി വേവ് ലെങ്ത് എത്രയാ? 6 സെന്റിമീറ്റർ. സെന്റിമീറ്ററിന് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇൻറ്റു 10⁻². ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് നമ്മൾ കട്ട് ചെയ്യണം. ഈ 10⁻³ 10⁻² കട്ട് ചെയ്ത് എത്രയായി? 10⁻⁻1. 5 ഇൻറ്റു 6 30. ബാക്കി ഒരു 10⁻1 ഉണ്ട്. അപ്പൊ അത് എത്രയായി? 300 ആയി. 30ഉം ഒരു 10⁻1. അപ്പൊ അത് എത്രയായി? 300 ആയി. 300 മീറ്റർ പെർ സെക്കൻഡ് എന്ന് നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ കിട്ടി, അല്ലെങ്കിൽ സ്പീഡിന്റെ വാല്യൂ കിട്ടി. ഇനി ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്ര? 1.5 ആണെന്ന് നമുക്കറിയാം. കിലോമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ? ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വന്ന വെലോസിറ്റി 300 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 പൂജ്യം ഇവിടെ കട്ട് ചെയ്തു, 2 പൂജ്യം ഇവിടെ കട്ട് ചെയ്തു, ഇനി ഒരു പൂജ്യം അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു പൂജ്യം ഇങ്ങോട്ട് കൊടുത്തു, 15 ആയി. 1.5 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയായി? അത് 15 ആയി. 15/3 എന്ന് പറയുമ്പോൾ എന്തായി? 5 സെക്കൻഡ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. 5 സെക്കൻഡ്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ ആണല്ലോ?